ബാംഗ്ലൂർ ടു മാംഗ്ലൂർ പോകുന്ന ഒരു സ്മോൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാട്ടിൽ പോകുന്ന മുമ്പായിട്ടൊന്ന് ടൗണിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ 3 o'clock നമ്മൾ ടൗണിൽ വന്നു. ഉമ്മ പറഞ്ഞിരുന്നു മെഡിക്കൽക്ക് പോണം പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 3 o'clock മെഡിക്കൽക്ക് വരുന്നത്. ഉമ്മ ഫുള്ള് മെഡിക്കലിൽ വന്നിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല ഉമ്മ മെഡിക്കൽക്ക് വരുന്നത് ബൂസ്റ്റ് വാങ്ങാൻ വേണ്ടി എന്ന്. ആരോ പറഞ്ഞു എത്ര ബാംഗ്ലൂരിലും നല്ല ബൂസ്റ്റ് കിട്ടും, മാംഗ്ലൂരിൽ അത് കിട്ടാറില്ല പറഞ്ഞു. അങ്ങനെയാണ് മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഉമ്മ ബൂസ്റ്റ് എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ഉമ്മ ദുബായിന്ന് വിചാരിച്ചിട്ടുണ്ടാവും ബാംഗ്ലൂർ. ചെറിയമോൻ കുർത്തിക്കേട് കാണിക്കുന്നു പറഞ്ഞിട്ട് വലിയ ചെയറിൽ ഇരിപ്പിച്ചതാണ്. അപ്പോഴേക്ക് അവനക്ക് മെഡിക്കലിലുള്ള ഫ്രിഡ്ജിൽ അവന്റെ ഫേവറേറ്റ് ജ്യൂസ് കണ്ടു. അത് വാങ്ങാൻ വേണ്ടി അടിയാണ്. ആ ജ്യൂസ് അവനക്ക് മാത്രല്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഏതാണറിയോ? ഇതാണ് കേട്ടോ മൊഗു. ബട്ട് പെർ ബോട്ടിൽക്ക് റുപ്പീസ് വരുന്നത് 70 ആണ്. അങ്ങനെ അവൻ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് അവനക്ക് വാങ്ങി കൊടുത്തു. ഇതിൽ കുഞ്ഞു ജെല്ലുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു ജ്യൂസ്. അങ്ങനെ ഉമ്മ എല്ലാവർക്കും വാങ്ങി കൊടുത്തു. ചെറിയ മോൻക്കും ഹാപ്പി ആയി. മാംഗ്ലൂരിൽ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഡെർമിക്കോളിന്റെ പൗഡറാണ്. ഡെർമിക്കോൾ പൗഡർ ഇവിടെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് വാങ്ങി. ഇതാ ഇവിടെ മണ്ണ ഹെൽത്ത് മിക്സ് ഉണ്ടോ. കാൽസ്യം, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ കുട്ടികൾക്ക് മണ്ണ ഹെൽത്ത് മിക്സ് കൊടുത്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ജസ്റ്റ് ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ ബാംഗ്ലൂർ ഒരുപാട് ഡോഗ്സ് ഉണ്ട് കേട്ടോ ഡിയേഴ്സ്. ഇനി ബാംഗ്ലൂർ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. ഇത്ര വാക്ക് ചെയ്ത് വന്നിട്ടും എനിക്ക് ടയർഡ് ആവുന്നില്ല. അത്രയും നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ മാംഗ്ലൂർക്ക് കമ്പയർ ചെയ്ത്. ഏട്ടത്തിയാണെങ്കിൽ ഇടയ്ക്ക് ഫോൺ വിളിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നു. വിചാരിച്ചു വായി തെറ്റിട്ടുണ്ടാവും, ഒരുപാട് ലേറ്റ് ആയല്ലോ. ഫൈനലി നമ്മൾ നടന്ന് വീട്ടിലെത്തി. ഏട്ടത്തിന്റെ വീട്ടിൽ തീവ്ര സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് മൊഗു ജ്യൂസ് കുടിക്കുന്നത്. മൊഗു ജ്യൂസിൽ കുഞ്ഞു ജെല്ലുണ്ടോ, അതാണ് കേട്ടോ കുട്ടികൾക്ക് ഏറ്റവും അട്രാക്ഷൻ. അങ്ങനെ ഡിയേഴ്സ് 8 o'clock ആകുമ്പോൾ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഞാൻ ഓല ബുക്ക് ചെയ്തിട്ടാണ് നേരെ പോകുന്നത്. ഓട്ടോറിക്ഷ ആൻഡ് ഓല കമ്പയർ ചെയ്താൽ 30% നമുക്ക് ലാഭമാണ്. അത് മാത്രമല്ല സാവകാശം ആരാംസ് നമുക്ക് വണ്ടിയിൽ വരാം. ഞാൻ ബാംഗ്ലൂർ ടു മാംഗ്ലൂർ VRL ബസ് ബുക്കിംഗ് ആണ് ചെയ്തത്. ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ബസ് ബുക്കിംഗും ചെയ്യാൻ പറ്റും. എയർപുറം ടു പീന്യ വരെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി VRL ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പീന്യ വരെ 1 hour ട്രാവൽ ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഡയറക്റ്റ് ബസ് കിട്ടും എന്നാണ്, പക്ഷെ അങ്ങനെ അല്ല വിചാരിച്ച പോലെ. നേരെ നമ്മൾ പീന്യ പോണം. പീന്യയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബസ് കിട്ടുന്നത്. അങ്ങനെ പീനിയിൽ ഇറങ്ങിയിട്ട് നേരെ ഞാൻ ഇവിടെ ട്രാവൽ ഏജൻസിന്റെ അവിടെ വന്നിട്ട് ചെക്ക് ചെയ്തു. നമ്മൾ റീച്ച് ആയിട്ടുള്ളത് 10 o'clock ആയിരുന്നു. ബസ് ടൈമിങ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ 11:45 ആണ് അവർ പറഞ്ഞത്. അതുവരെ എവിടെ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുട്ടികളും ഉണ്ടായിരുന്നല്ലോ. ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുണ്ടായിരുന്നു. കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് വെജ് റെസ്റ്റോറന്റ് ആണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മ കുട്ടികളെ സേഫസ്റ്റ് പ്ലേസിൽ ഇരിപ്പിച്ചിട്ട് ഞാൻ നേരെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ജസ്റ്റ് ഒരു പ്ലേറ്റ് ആണ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ധാരാളം മതിയായി. അത് ഞാൻ കുട്ടികളെ വയറാണ് ഫിൽ ചെയ്തത്. അവർക്കാണെങ്കിൽ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. വരാൻ 1 hour ഉണ്ട്, സാവകാശം സ്വിംഗ് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിൽ നൈറ്റ് ഫുഡ് കഴിക്കുന്നത് വളരെ ലൈറ്റ് ആണ്. ഇനി ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് തീരെ കഴിക്കാറില്ല, ഒമിറ്റ് വരും. ബസ് വരാൻ 1 hour ഉള്ളത് കൊണ്ട് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയമുണ്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഉമ്മ കുറച്ച് ഫ്രൈഡ് റൈസേ കഴിച്ചു. ചെറിയ മോനാണെങ്കിൽ കെച്ചപ്പ് ഇടാൻ അടിവെച്ചുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് കെച്ചപ്പ് മിക്സ് ചെയ്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല. കെച്ചപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഹെൽത്തിയും അല്ല. ഒരു സൈഡിലാണെങ്കിൽ നല്ലോണം ദാഹിച്ചോ ഉണ്ടായിരുന്നു. ഞാൻ നേരെ പോയിട്ട് 4 minute ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ഈ ഹോട്ടലിൽ സെൽഫ് സർവീസ് ആണ് കേട്ടോ. ഓർഡർ ചെയ്യാ നേരെ നമ്മൾ തന്നെ ടേബിളിൽ സെർവ് ചെയ്യാം. ഉമ്മ കുട്ടികൾ ഫുഡ് കഴിക്കുന്നവിടെ ഞാൻ ഈ ജ്യൂസ് എല്ലാം കൊണ്ടുപോയി കൊടുത്തു. ജ്യൂസ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഐസ് ഇട്ട ജ്യൂസാണ് ഞാൻ അവരോട് ഓർഡർ ചെയ്തത്. കുട്ടികൾക്കൊക്കെ വയർ നിറഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. സോ ഫ്രൈഡ് റൈസും ആൻഡ് മിന്റ് ലൈം ജ്യൂസും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഹോട്ടലിന്റെ പേര് കാണിക്കുന്നത്. ദക്ഷിൺ ഡെലിക്കസി ആണ് ഹോട്ടലിന്റെ പേര്. നല്ലോണം ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തോ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 1 hour ഞാൻ അവിടെ നോട്ട് ചെയ്തോ ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് ഫുഡ് കഴിക്കട്ടോ. ബസ് വരാൻ ഇനിയും 30 minutes ഉണ്ട്. എന്താ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി കുട്ടികൾക്ക് ഗുലാബ് ജാം വാങ്ങി. എന്റെ വലിയ മോൻക്കാണെങ്കിൽ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മോൻ കുറച്ച്
സ്പൈസിന്റെ ആളാണ്. അവനക്ക് കൂടുതൽ സ്പൈസി കൊടുക്കാറില്ല. വീട്ടിലാണെങ്കിൽ പെപ്പർ യൂസ് ചെയ്തിട്ടാണ് സ്പൈസി കൊടുക്കുന്നത്. സ്വീറ്റ് അത്രയൊന്നും ഇഷ്ടമല്ല, ബട്ട് ട്രൈ ചെയ്യുമ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പോഴേക്ക് ഒരു പട്ടിയും വന്നു. കുട്ടികളാണെങ്കിൽ പട്ടിനോട് ഭയങ്കരമായിട്ട് കളിയാണ് കേട്ടോ. അവർ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, അവർക്ക് അറിയില്ലല്ലോ. കുട്ടികൾ രണ്ടാളും എൻ്റെ മടിയിലിരുന്നിട്ടാണ് ഈ പട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവർ അടങ്ങി ഒതങ്ങിയിരുന്നു ആ പട്ടിനെങ്കിലും പേടിച്ചു. അതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബ്രെഡ് ഇട്ടത് കൊണ്ട് നമ്മൾ പോകുന്നവരെ നമ്മൾ മുമ്പിൽ തന്നെ വറങ്ങിയുണ്ടായിരുന്നു. ഫൈനലി 12 മണിയാകുമ്പോൾ നമ്മൾ ബസ്സും വന്നു. ബസ്സിൽ കയറിയ ഉടാനെ നമ്മൾ വറങ്ങി. പിന്നെ എത്തുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് മാംഗ്ലൂരിലാണ്. മാംഗ്ലൂരിൽ നിന്ന് നേരെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. മാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 17 കിലോമീറ്റർ ട്രാവൽ ഉണ്ട്. ടു മച്ച് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു ട്രാവൽ ചെയ്തിട്ട്. അതും മാംഗ്ലൂരിൽ രാവിലെ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.